സർഗപ്രയാണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തോട്ടിയോട് നമ്പിമല താഴ്വരയിലെ മൗനഗുരുസ്വാമിയുടെ സന്നിധാനം. വാക്കുകളും ശബ്ദങ്ങളും മനസ്സും ചിന്തയും ബുദ്ധിയും എല്ലാം അടങ്ങി നിർവികൽപ്പമായ ഒരവസ്ഥയിൽ മൗനം വാചാലമാകുന്നു. അദ്വൈത പദത്തെ സാക്ഷാത്കരിച്ച മഹാത്മാവിൻ്റെ ഭാഷയും മൗനമാകുന്നു. നീയും ഞാനും ഒന്നാണ്, പിന്നെ ആര് ആരോട് സംസാരിക്കും എന്നതാണ് ആ മൗനത്തിൻ്റെ പൊരുൾ. ആയിരത്തി 1892 തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴിലാണ് മൗനഗുരുസ്വാമിയുടെ ജനനം. മൗനഗുരുസ്വാമി ജനിച്ച സമയത്ത് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു നാദസ്വരം കേൾക്കുകയും അത് ഒരു അവതാര പുരുഷന്റെ വരവായി കണക്കാക്കപ്പെട്ടിരുന്നു. മലയൻകീഴാണ് സ്വാമിജിയുടെ ജനനം എന്ന് പറഞ്ഞല്ലോ. സ്വാമിജി എങ്ങനെയാണ് ഈ തോട്ടിയോട് എത്തിപ്പെട്ടത്, ഇവിടെ ഒരു ആശ്രമം ഉണ്ടായത്, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? സ്വാമി മലയൻകീഴിൽ ജനിച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹം ഈശ്വര ചിന്തയിൽ കൂടെ എപ്പോഴും മുഴുകിയിരിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഏതെങ്കിലും ഒരു ജോലി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കേരള സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം വന്ന് അവിടെ പോയപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അധികാരി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കൊടുത്ത ഒരു ലെറ്ററിനെ താഴെ ഇട്ടിട്ട് പിന്നെ വീടുമായിട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നേരെ ഇവിടെ വന്നു. വരുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഴിയിലൊക്കെ വരുമ്പോൾ പല സംഭവം. പിന്നെ മലമൂത്ര വിസർജനമൊന്നുമില്ല, ആരും കണ്ടിട്ടില്ല. വന്നിട്ട് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ബാധാമരം കഴിഞ്ഞ് ഈ ഏരിയയിൽ വന്നു. ഈ ഏരിയ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം വന്ന് ഇതുപോലെ കുമാരകോവിലുള്ള മേലാങ്കോട് യക്ഷികോവിൽ അവിടെ ചെന്നിരിക്കും. പിന്നെ ഇവിടെ പഞ്ചവങ്കാട് അവിടെ ചെന്നിരിക്കും. ഒടുവിൽ ഈ സ്ഥലം അദ്ദേഹം എപ്പോഴും ഒരു നിശ്ചയിച്ച സ്ഥലമാണ്. ഇവിടെ ഒരു ആത്മീയത ഉള്ള സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ അന്നുള്ള അവർ ഇങ്ങനെയുള്ള വലിയ മഹാന്മാർ വരുമ്പോൾ അതിന് വേണ്ട ഇത് കുടുംബക്കാർ ചെയ്യുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാമി വന്നു കഴിഞ്ഞപ്പോൾ സ്വാമിക്ക് ഈ സ്ഥലം കണ്ടും ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ പാറയുടെ വിടവുകളിലും ഇവിടെ ഇരിക്കും. രാത്രി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, പകർന്നിരിക്കും. അപ്പോൾ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒടുവിലായപ്പോൾ സമാധി സ്ഥലത്തിനെ പറഞ്ഞിരുന്നു. ഇവിടെയാണ് സമാധി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേ അദ്ദേഹം
ഓരോ ഈ പറ നോക്കിക്കൊണ്ടിരിക്കും മാസം തോറും. അങ്ങനെ ഇരിക്കുമ്പോൾ മകരമാസത്തിൽ വരുന്ന ഇത് നോക്കി പറഞ്ഞു ഇനി അടുത്തത് എന്നെ കാണൂല. അതുപോലെ വളർത്തിറയിൽ ആണ് സ്വാമി വന്ന് സമാധിയായത്. സമാധിയായിട്ട് ഒരു ദിവസം കഴിഞ്ഞാണ് ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. സ്വാമിജിയുടെ ബാല്യകാലം ഒന്ന് വിവരിക്കാമോ? സ്വാമിയുടെ ബാല്യകാലത്ത് ഇദ്ദേഹം അവിടുത്തെ ചുടുകാടിൽ ചെന്ന് ധ്യാനത്തിലിരിക്കും. പല മണിക്കൂറും ഇരിക്കും. ഇരുന്നിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന ആൾക്കാരൊക്കെ വന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് അവർക്ക് വലിയ ബിസിനസ്സുകാരാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടക്കും. അതുപോലെ സ്കൂളിലുള്ള ടീച്ചർ അവരൊക്കെ വന്ന് ദർശനം ചെയ്തിട്ട് പോകുമ്പോൾ അവർക്ക് സ്വാമിയെ കണ്ടിട്ട് പോകുമ്പോൾ ആ മനസ്സിന് വളരെ ഒരു ശാന്തിയും ഒരു ഇതും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ദിവസങ്ങളും ആൾക്കാർ വന്ന് സ്വാമിയെ ദർശനം ചെയ്യും. പിന്നീട് അവിടെ നിന്ന് അങ്ങനെ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വരാൻ തുടങ്ങി വരുന്ന വഴിയിൽ തന്നെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പാമ്പ് കടിച്ച് മരിച്ച ഒരാളിനെ എൻ്റെ അടുത്തുള്ള ആൾ അദ്ദേഹം കൊണ്ട് താഴെ കിടത്തിയിരുന്നു. അപ്പോൾ ഞാൻ ആരാണ് എന്ന് ചോദിച്ചു സ്വാമി. പിന്നെ അവരൊക്കെ കരഞ്ഞു വിളിച്ചപ്പോൾ പിന്നെ സ്വാമി കാലുകൊണ്ട് അങ്ങനെ ചവിട്ടി അദ്ദേഹം അയച്ചു ഓടി. ആ കുടുംബക്കാർ ഇന്നും ഇവിടെ വന്ന് ദർശനം ചെയ്യും. സ്വാമിജിയുടെ ശിഷ്യഗണങ്ങളെ കുറിച്ചും അതുകൂടാണ്ട് അങ്ങ് എങ്ങനെയാണ് സ്വാമിജിക്ക് ശിഷ്യപ്പെട്ടത്? ആദ്യത്തെ ശിഷ്യൻ വന്ന് പൂന്തറ തക്കല സ്വാമിയാണ്. ഇവിടെ വന്ന് സ്വാമിക്ക് അദ്ദേഹം പാൽ കൊടുക്കുകയും അവരുടെ കുടുംബക്കാർ ഇവിടെ വന്ന് അവരെ പത്മാവതത്തിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന് സ്വാമിക്ക് പാലൊക്കെ കൊടുത്തിട്ടുണ്ട്. പാൽ കൊടുക്കും സ്വാമിയുടെ അടുത്തുനിന്ന്. അങ്ങനെ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പൂന്തറ തക്കല സ്വാമി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ്. ആ നിലയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് ധ്യാനം ചെയ്യുകയും ഇവിടെ ഇരുന്ന് സ്വാമിയുടെ അനുഗ്രഹത്തിന് പല വഴികളിലും സ്വാമിയുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സാധാരണ ഇവിടെ നടക്കുന്ന സാധാരണ ഒരു ഓല ഷെഡായിരുന്നു. ഓരോരോ കാര്യമായിട്ട് ചെയ്ത് ഇവിടെ ഇന്നും സ്വാമിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് നടക്കുന്നു. ഇവിടെ പൗർണമി പൂജ, മാസത്തിലൊരിക്കൽ തിരുവാചകം, ഇതൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഇവിടെ എപ്പോഴും 4-5 പേര് സ്വാമിമാരുമുണ്ട്. അവർക്ക് നല്ല ഒരു മനസ്സിന് സങ്കടത്തോടു കൂടി വരുന്നവർക്ക് ഇവിടെ വന്ന് ധ്യാനം ചെയ്യുമ്പോൾ പറഞ്ഞാൽ ആവടങ്ങി മനസ്സടങ്ങി സകലതും അടങ്ങിയിരിക്കുന്ന നിലയാണ് ഈ മൗനഗുരുസ്വാമി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നിലയിൽ അവിടെ വന്ന് ഒരു ധ്യാനം ചെയ്യുമ്പോൾ ഒരു ജീവസമാധിയാണ്. അവിടെ വന്ന് ധ്യാനം ചെയ്യുമ്പോൾ മനസ്സിന് വളരെ ഒരു ശാന്തിയും സമാധാനവും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ തുടങ്ങുമ്പോഴും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഞാൻ സുഖദേവനാണ്. 14 വയസ്സ് മുതൽ ഇവിടെ വന്ന അച്ഛൻ്റെ ശേഷം ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് സ്വാമിയുടെ പരിപൂർണ അനുഗ്രഹം കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് കെട്ടിടങ്ങൾ കെട്ടി ധ്യാന മണ്ഡപം ഇതൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് നടത്തിക്കൊണ്ട് അത് സ്വാമിയുടെ ഒരു പരിപൂർണ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ നടന്നു വരികയാണ്. ഞാൻ എപ്പോഴും ഈ സേവനത്തിലും ഇരിക്കുകയാണ്. മൗനം ആഘോഷമാക്കിയ മൗനഗുരുസ്വാമിയെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.